Hi friends, welcome to Competitive Cracker. So today we will be discussing about power plants. അപ്പോൾ power plants എന്താണ്? നമുക്കൊരു ചെറിയൊരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്നുള്ള രീതിയിൽ. So the purpose of power plants to create electricity. For first നമുക്ക് നോക്കാം എവിടെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. So these are the prime sources of electricity. Okay, so electricity can be obtained from fuel cell, then photovoltaic cell, then generators. So fuel cell എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോൺസ് സെഗ്രിഗേഷൻ കാണും, ഒരു സൈഡിൽ ഇലക്ട്രോൺസ് കുറവ് കാണും. അപ്പോൾ ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് മെന്റ് ടു ബി ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ മൂലം ഒരു ഭാഗത്ത് ഒരു ടെർമിനലിൽ കൂടുതൽ ഇലക്ട്രോൺസും ഒരു ടെർമിനലിൽ കുറച്ച് ഇലക്ട്രോൺസും അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് കണ്ടെയ്ൻ ഇലക്ട്രോ കെമിസ്ട്രി. ഓക്കെ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ വൈഡർ യൂസ്. നമുക്കൊരു വൈഡർ യൂസിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ബട്ട് ആസ് എൻ ഒരു സ്മോൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ ബാറ്ററീസിലെല്ലാം യൂസ് ചെയ്യുന്ന ഫ്യൂവൽ സെൽ മെത്തഡോളജിയാണ്. സോ ഫോർ എ സ്മോൾ സോഴ്സ് ദീസ് ഫ്യൂവൽ സെൽസ് ആർ okay. Then we have another technology known as photovoltaics. Photovoltaics ആണ് നമ്മുടെ സോളാർ പാനൽസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സോളാർ പാനൽസിൽ വി ഹാവ് സെമികണ്ടക്ടർ ബേസ്ഡ് മെറ്റീരിയൽസ്. അപ്പോൾ സെമികണ്ടക്ടർ മെറ്റീരിയൽസിൻ്റെ മണ്ടയിൽ ഫോട്ടോൺസ്, അതായത് സൺലൈറ്റ് അടിക്കുമ്പോൾ അതിനകത്ത് ഫോട്ടോൺസ് ഉണ്ട്. ആ ഫോട്ടോൺസ് മൂലം the electrons will get displaced, and if those electrons are collectively going in one direction or moving in one direction, we can establish electricity. So ഈ രണ്ട് മെത്തേഡിൽ ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ്. സോ these two are one among the source of electricity, but we cannot use for a wider range-ലേക്ക് അല്ലെങ്കിൽ ഒരു wider amount-ലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. So for that we have a very conventional method known as generators. Okay, so generators means നമുക്കറിയാം അതിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലമാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ കുറേ മാഗ്നറ്റ്സിനെ സ്റ്റാക്ക് ചെയ്ത് വെക്കും, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വൈൻഡിങ്സ് ഉണ്ട്, അതിലേക്ക് കറണ്ട് കയറ്റി വിടുമ്പോൾ ആ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ വഴി വി ക്യാൻ ക്രിയേറ്റ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ആൻഡ് ദാറ്റ്സ് ഹൗ ഇലക്ട്രിസിറ്റി ഈസ് മെയ്ഡ് ഇൻ ജനറേറ്റേഴ്സ്. ഓക്കെ, സോ ഇലക്ട്രിസിറ്റി ജനറേറ്റേഴ്സ് മൂലം ഉണ്ടാകുന്ന the amount is very large. So the power plant does use this one. Okay, all the power plants have generators and the electricity is made out of these generators. Okay, so most of the power plants will generate electricity as a prime energy. Okay, from a prime energy. Okay, നമുക്ക് എല്ലാ പവർ പ്ലാന്റും വർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു ജനറേറ്റർ സിസ്റ്റം കറങ്ങണം. അപ്പോൾ ആ ജനറേറ്റർ സിസ്റ്റത്തിനെ എങ്ങനെയും കറക്കി ആ ഒരു ജനറേറ്ററിൻ്റെ അകത്ത് റോട്ടേഴ്സ് കറങ്ങി അപ്പോഴത്തെ ആ ഒരു സമയത്ത് ടെർമിനൽസ് വഴിയാണ് ഇലക്ട്രിസിറ്റി വരുന്നത്. അപ്പം ദി പ്രൈം ഒബ്ജക്റ്റീവ് ഈസ് ടു റൊട്ടേറ്റ് ദ ജനറേറ്റർ. സോ ആ റൊട്ടേഷൻ നൽകാൻ വി നീഡ് ടു ഡിപ്പെൻഡ് ഓൺ സം അതർ പ്രൈമറി സോഴ്സസ്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പവർ പ്ലാന്റ്സ്. അപ്പോൾ ഓരോ പവർ പ്ലാന്റ്സിലും ജനറേറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് സെയിം ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഡസ് ദി സെയിം പർപ്പസ്, ബട്ട് ദി എമൗണ്ട് ദി റൊട്ടേഷൻ കിട്ടുന്ന രീതികൾ പല രീതിയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലാണെങ്കിൽ നമ്മൾ വാട്ടർ വിൽ ബി കെപ്റ്റ് അറ്റ് എ ഹൈറ്റ്, വാട്ടർ വിൽ ബി ടേക്കൺ ഇൻ സൈഫൺസ് ആൻഡ് ദിസ് വാട്ടർ ഈസ് ഇൻട്രൊഡ്യൂസ് ടു ദി ടർബൈൻ. സോ ആ ടർബൈൻ കറങ്ങുമ്പോൾ അവിടെ റൊട്ടേഷൻ ഉണ്ടാകും. ആ റൊട്ടേഷനാണ് നമ്മൾ ജനറേറ്ററിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ആ റൊട്ടേഷൻ മൂലം നമുക്ക് യു ക്യാൻ ക്രിയേറ്റ് ഇലക്ട്രിസിറ്റി ഇൻ എ പവർ പ്ലാന്റ്. നൗ ഇപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിനകത്ത് ഡ്യൂ ടു ന്യൂക്ലിയർ റിയാക്ഷൻ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്. അപ്പോൾ ആ ഹീറ്റിനെ വെച്ച് നമ്മൾ വാട്ടറിനെ ബോയിൽ ചെയ്ത് സ്റ്റീമാക്കും. സോ ആ സ്റ്റീമിനെ നമ്മൾ നോസിൽ വഴി കടത്തി വിട്ട് ടർബൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ദ ടർബൈൻ വിൽ റൊട്ടേറ്റ് ആൻഡ് ദാറ്റ് റൊട്ടേഷൻ ഈസ് ഇൻട്രൊഡ്യൂസ് ടു ദി ജനറേറ്റർ. ഓക്കെ, സോ ഓരോ പവർ പ്ലാന്റ്സിനും ദി പ്രൈം സോഴ്സ് ഓഫ് എനർജി മേ ബി ഡിഫറെൻറ്റ്. Okay, based on that prime source we are classifying the power plants in different ways. Okay, so as we said, it has a prime energy source. Okay, so it may some will convert mechanical energy to electricity, then some will convert potential energy to electricity, then some will convert heat energy to electricity. Okay, we'll see how the energy flow will happen. Okay, so normally most of the electricities may have heat as input. Okay, for example, if you take a thermal power plant,
അപ്പോൾ തെർമൽ പവർ പ്ലാന്റ് അറിയാം, നമുക്ക് തെർമൽ പവർ പ്ലാന്റിൽ എപ്പോഴും ഒരു ഹീറ്റ് ഇൻപുട്ട് എന്ന കോളാണ്. അപ്പോൾ ആ ഒരു ഫർണസിൻ്റെ അകത്ത് നമ്മൾ കോളിനെ കത്തിക്കും, അപ്പോൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ആ ഹീറ്റിനെ വെച്ച് നമ്മൾ സ്റ്റീം ജനറേറ്റ് ചെയ്യും. ബോയിലേഴ്സ് എന്ന് പറഞ്ഞ ഡിവൈസ് വെച്ച് നമ്മൾ സ്റ്റീം ജനറേറ്റ് ചെയ്യും. ദെൻ ദിസ് സ്റ്റീം ഈസ് ദെൻ ഫെഡ് ടു എ ടർബൈൻ. ഓക്കെ, ആ ടർബൈൻ കറങ്ങിയിട്ടാണ് നമുക്ക് ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അപ്പം വിച്ച് ഇസ് ദ പ്രൈം സോഴ്സ്? ദി ഹീറ്റ് ലിബറേറ്റഡ് ഫ്രം എ തെർമൽ പവർ പ്ലാന്റ്. സോ ഹീറ്റ് ഈസ് ദി പ്രൈം സോഴ്സ്. ഓക്കെ, ദെൻ ഹീറ്റ് വെച്ച് നമ്മൾ സ്റ്റീം ഉണ്ടാക്കും. ആ സ്റ്റീമിനെ നമ്മൾ ഒരു നോസിൽ വഴി കടത്തി വിടും. അപ്പോൾ ആ നോസിലകത്ത് വരുന്ന സ്റ്റീമിന് വെലോസിറ്റി കൂടുതലാണ്. ദെൻ ദിസ് ഹൈ സ്പീഡ് സ്റ്റീം ഈസ് ഇൻട്രൊഡ്യൂസ് ടു ദി ടർബൈൻ. അപ്പോൾ ആ ഹൈ സ്റ്റീം സ്പീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് അവൈലബിൾ ഫോർ കൺവേർഷൻ. സോ നമ്മൾ എത്ര സ്റ്റീം ഉണ്ടാക്കിയാലും ആ കൈനറ്റിക് എനർജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ റൊട്ടേഷൻ ഓഫ് ദി ടർബൈൻ. ആൻഡ് റൊട്ടേഷൻ ഓഫ് ദി ടർബൈൻ വിൽ ക്രിയേറ്റ് ദി electricity. കാരണം the electricity is generated based on the rotation of the generator. So the rotation of the generator will obtain based on the rotation obtained at the turbine. അപ്പോൾ നമ്മൾ സ്റ്റീം കടത്തി വിട്ട് ടർബൈൻ എത്രമാത്രം റൊട്ടേറ്റ് ചെയ്യുന്നു ആ ടർബൈനെ കപ്പിൾ ചെയ്തിട്ടാണ് നമുക്ക് ജനറേറ്റർ ഇരിക്കുന്നത്. ആ ജനറേറ്റർ അപ്പോൾ ഇത് കറങ്ങുന്നതനുസരിച്ച് അതും കറങ്ങും. സോ വെൻ യു സീ എ തെർമൽ പവർ പ്ലാന്റ്, സോ വാട്ട് ഈസ് ദി പ്രൈം സോഴ്സ്? പ്രൈം സോഴ്സ് അപ്പോൾ ഹീറ്റ് ആണ്. അതൊരു ലോ ഗ്രേഡ് എനർജിയാണ്. സോ വെൻ യു സീ ദി ഗ്രേഡ് ഓഫ് എനർജി, ഒരു ലോ ഗ്രേഡ് എനർജിനെ നമ്മൾ ഇടയ്ക്ക് ഒരു ഹൈ ഗ്രേഡ് എനർജി ആക്കും. സോ when this heat is converted to steam and the steam is pressurized through it is converted through a nozzle. അപ്പോൾ ഹൈ വെലോസിറ്റി സ്റ്റീം ആക്കും. ആ സ്റ്റീമിനെ നമ്മളാണ് പിന്നെ ഇലക്ട്രിസിറ്റിയെ കൺവേർട്ട് ചെയ്യുന്നത്. സോ അഗൈൻ വി ക്യാൻ സീ ദാറ്റ് ലോ ഗ്രേഡ് എനർജി ഇസ് കൺവേർട്ടഡ് ടു എ ഹൈ ഗ്രേഡ് എനർജി. ദെൻ ദിസ് ഹൈ ഗ്രേഡ് എനർജി ഇസ് അഗൈൻ കൺവേർട്ടഡ് ടു ക്രിയേറ്റ് ഇലക്ട്രിസിറ്റി. സോ ദിസ് ഇസ് ഹൗ ദി എനർജി ഫ്ലോ ഹാപ്പൻ. അപ്പം ഇങ്ങനെ മാത്രമല്ല ചില ഡിവൈസസ്, ഫോർ എക്സാമ്പിൾ ഡീസൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് എല്ലാം വിൽ ആക്ട് സെയിം. ലൈക്ക് ഡീസൽ പവർ പ്ലാന്റ് നമുക്കറിയാം, ഡീസൽ കത്തിക്കും, വിൽ ഹാവ് എൻ എക്സ്പ്ലോഷൻ ഇൻസൈഡ് ദി piston cylinder assembly. So due to that explosion, the crankshaft will move down. So we'll get a rotation. That rotation is coupled to a generator. So heat prime source. Then we get a rotational energy. That is a high grade energy. Then that rotation is coupled with generator to create electricity. So that's how. Same way in the nuclear power plant. Nuclear power plant, due to the nuclear reaction, we can see that large amount of heat is produced. Then that heat is created. That heat is used to create steam. Then same way steam is again converted. So nuclear power plant ഇതുപോലെ തന്നെ during the nuclear reaction large amount of heat is produced. So that heat is again used to create steam. Then that steam is again converted to high velocity steam. Then that steam will rotate the turbine. That rotation will be converted to electricity by the generator. Okay, so normally a high grade energy, we do a high grade energy, then later we will have the electricity. But some other plants like hydropower plants. So for hydropower plants will have potential energy, because water stored in the reservoir, that is the input. So എത്രമാത്രം ഹൈറ്റിൽ നിൽക്കുന്നു ആ ഹൈറ്റ് ആണ് എന്ത് നമ്മുടെ എനർജി ഇൻപുട്ട്. സോ ദാറ്റ് ഹൈറ്റ് ഈസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി. നമുക്കറിയാം അത്രയും പൊക്കത്തിലുള്ള വെള്ളത്തിനെ നമ്മൾ ഒരു സൈഫൺ വഴി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ at the tip of the siphon will have a nozzle. So that nozzle will convert all those potential energy to kinetic energy. Then that kinetic energy is used to rotate the turbine. Then that turbine will rotate the generator. So that's how the energy conversion is happening. Okay. Then if you take a wind power, we are directly connecting the wind vane. So windmill veins കറങ്ങുന്നതനുസരിച്ച് നമുക്ക് ആ ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. So that's how the energy conversion is happening. So every time the high grade energy is obtained by considering some primary source of energy. Okay, so normally we have different techniques to create electricity, but the main three conventional source എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന സോഴ്സസ് ഓഫ് എനർജി ഈ നാലിനാണ്. ഒന്ന് തെർമൽ പവർ പ്ലാന്റ്, ദെൻ ഡീസൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഹൈഡ്രോ പവർ പ്ലാന്റ്. ഓക്കെ, സോ തെർമൽ പവർ പ്ലാന്റ് അറിയാം, കോൾ എന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ ഫ്യൂൽ. ആ കോള് കത്തിച്ചിട്ട് നമ്മൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റ് വെച്ച് നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യും. ആ വാട്ടറിനെ ഹൈ വെലോസിറ്റി സ്റ്റീമാക്കി മാറ്റും. എന്നിട്ട് ആ ടർബൈൻ കറക്കും. ദെൻ വിൽ ഹാവ് ദി ഇലക്ട്രിസിറ്റി ഫ്രം ദി ജനറേറ്റർ. സെയിം വേ ഡീസൽ പവർ പ്ലാന്റ്, ഡീസൽ അറ്റ് ദി ടൈം ഓഫ് combustion we will get a rotation in the crankshaft. Then that rotation is coupled to the rotation couple ചെയ്യും ജനറേറ്ററിലോട്ട്. then we will have the electricity. Okay,
Same way nuclear power. So nuclear power plant, thermal power plant, all are working somewhat similar. Okay, nuclear power plant, nuclear reaction heat generating, that heat is converted to high velocity steam. Then that steam is introduced to the turbine. Then that turbine will get the rotation. Then that rotation is coupled with the generator and will get the electricity. Then hydropower plant, as I said, നമുക്ക് വെള്ളം റിസർവോയിൽ സ്റ്റോർ ചെയ്തേക്കും. ആ വെള്ളത്തിനെ നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ആ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കൺവേർട്ട് ചെയ്ത് കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റും. ആ കൈനറ്റിക് എനർജീനെ നമ്മൾ വീണ്ടും റൊട്ടേഷനിലേക്ക് മാറ്റും. ആ റൊട്ടേഷൻ വീണ്ടും നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, so this is all about the introduction of power plants. So these kind of classes are available in our application. So please download our app from the Play Store. So our app consists of so many features like we got syllabus-based classes, doubt clearance sections, then past year question papers, live classes, then we got tech support, 24 hours tech support, revision timetables, everything will be taking over. So all those who are preparing for this AP exams, other technical exams like assistant engineer, Polytechnic exams, it will be pretty helpful for you. So please contact the number which is given in the subscription. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.